ഗുരുതരമായിട്ട് തുടരുന്നുവെന്നാണ് അറിയുന്നത്. എല്ലാ ശ്രമവും ഡോക്ടർമാർ നടത്തുന്നുണ്ട്. വാഹനം കയറിയതാണ്, അരയ്ക്ക് താഴെ ശരീരഭാഗത്തിലൂടെ വണ്ടി കയറിയതാണ്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള നിലയിൽ തന്നെയാണുള്ളത്. വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലെ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ബോഡി കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാനുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജിലും നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മൃതശരീരങ്ങൾ ഇവരുടെ സ്വദേശമായിട്ടുള്ള മീങ്കര ഡാമിന് പരിസരത്താണ് ഇവർ താമസിക്കുന്നത്. അവിടെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടർ ഇവരുടെ സ്വദേശമായിട്ടുള്ള ഈ മുതലമട മീങ്കര ഭാഗത്ത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കാം. ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയും. അപ്പൊ ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം 2 പൂർത്തിയായി, 1 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം പൂർത്തിയാവും. മെഡിക്കൽ കോളേജിലേതും ഇന്ന് തന്നെ പൂർത്തിയാവും. സർക്കാരിന്റെ ചെലവിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും മൃതശരീരം അവിടെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു. അവിടെ സംസ്കരിക്കുന്നതിനും ഉള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. വേറെ എന്തെങ്കിലും സഹായങ്ങൾ, ബാക്കി കാര്യങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും. സാധാരണ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യും. അടിയന്തര ധനസഹായം ഉണ്ടാവും. ഇപ്പോ ശവസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ആണ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ താമസം പുറമ്പോക്കിലാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. പട്ടയമൊന്നും കിട്ടിയിട്ടില്ല. 18 വർഷത്തിലേറെയായി ഇതിൽ താമസിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഞാൻ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ലഭിച്ചിട്ടില്ലല്ലോ. ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. മറ്റ് സമാന സാഹചര്യങ്ങളിൽ ഉറങ്ങുന്ന ആളുകളുണ്ട്. അവരുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ്. കേരളത്തിൽ ഇതങ്ങനെ വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റു പലയിടത്തും നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കാറുണ്ട്. ഇത് ഒരു അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെന്റ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. മുഖ്യമന്ത്രിയാണ് ഇങ്ങോട്ട് വരണം എന്ന് നിർദ്ദേശിച്ചത്. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചികിത്സയുടെ കാര്യങ്ങൾ ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ മെഡിക്കൽ കോളേജ് അധികൃതരുമായിട്ട് സംസാരിക്കും. കളക്ടർ അവിടെ തന്നെയുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ